നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും അവസ്ഥകൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഈ ഹാങ്ഡ് മാൻ, ഹെർമിറ്റ് എന്ന മോഡിൽ നിന്നും എന്ന് മാറുന്നോ അന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു പുരോഗതി ഉണ്ടാകും. ആത്മാർത്ഥമായി ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഈ റീഡിങ്ങിൽ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അവർക്ക് എന്താണ് വേണ്ടത് എന്നവർക്ക് നന്നായിട്ടറിയാം. ഒരു ഗൈഡൻസായിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു ബന്ധം നന്നായി ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വർക്കൗട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തീർത്തും പറ്റില്ല എന്നൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്ലീസ് ലെറ്റ് ഗോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും റെസണേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. വളരെ നല്ല ഒരു റീഡിംഗ് ആയിരുന്നു. വളരെ നല്ല സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അത് ഒരു പുതിയ റിലേഷൻഷിപ്പാകാം, ഒരു മാരേജ് റിലേഷൻഷിപ്പാകാം, അതല്ല എങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റലാകാം. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളുടെ കൂടിച്ചേരലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. താങ്ക് ഗോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. റീഡിംഗ് റെസണേറ്റ് ആയവർ താഴെ കമൻറ്റ് ചെയ്യുക.